അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരുന്നു ഇറാൻ്റെ ഈ ആണവായുധ പദ്ധതിയായിട്ട് അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുക, നിയന്ത്രിച്ച് പരിപാടികളൊക്കെ നിർത്തിവെക്കുക, മാത്രമല്ല എടുത്ത എല്ലാ സംവിധാനങ്ങളും തുർക്കിയിലോ റഷ്യയിലോ കൊണ്ടുപോയി നിക്ഷേപിക്കുക, ആവശ്യം വരികയാണ് നമുക്ക് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ആണവ പദ്ധതിയുമായിട്ട് ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നതായിരുന്നു. പക്ഷേ അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു കരാറിൽ നമ്മൾ എത്തിയാൽ മതി, തൽക്കാലം ഉപയോഗിച്ചത് അഥവാ ഇതുവരെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ, ഇനി ഉപയോഗിക്കാതിരുന്നാൽ മതി, അഥവാ പുനർനിർമ്മാണം നടത്താതിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അതിന് മറുപടി കൊടുത്തത് നമ്മുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കയറിയിട്ട് ഇടങ്ങാറാക്കണ്ട, ഞങ്ങൾ അതിനൊന്നും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ഇത് രണ്ടും മുട്ടി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഇനി ലോകം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്ക പറയുന്നു നിങ്ങളുടെ ഈ ഒരു യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട എൻട്രിച്ച് സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കുക. പക്ഷേ ഇറാൻ പറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കോംപ്രമൈസും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ നമ്മൾ സംസാരിക്കാൻ റെഡിയാണ്. ഇത് ഉപയോഗിക്കുകയും അതിനനുബന്ധമായിട്ട് ഊർജ്ജ സംവിധാനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞങ്ങളുമായി സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ വരാൻ റെഡിയാണ്. അല്ലാതെ ഇത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല ഞങ്ങളുമായിട്ട് സഹകരിച്ച് ഈ ഒരു കരാറിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ ആണവായുധം ഞങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് കൂടി വേണം നിങ്ങൾക്ക് തരാം. അവിടെയാണ് പ്രശ്നങ്ങൾ ഉടഞ്ഞു നിൽക്കുന്നത്. ഇത് ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് പോരെ, ഇവർക്ക് കയ്യിലുള്ളതും കൂടി പുറത്ത് കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള വാശിയാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ എന്താണോ അത് ചെയ്തോളൂ, ഞങ്ങളും ഒരുങ്ങി തന്നെയാണുള്ളത്, നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിച്ചോളൂ, ഞങ്ങൾ ഞങ്ങളുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കും. നിങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്ക് ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയി അവിടെ താമസിക്കുന്ന രംഗം അടുത്തിരിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ മക്കളോട് പറയണം, അഥവാ പെട്ടികളാണ് ഞങ്ങൾ ഇനി അയക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിൽ അഥവാ എക്സ് ഹാൻഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. മൊത്തം ഇവിടെ ചർച്ച അലസിപ്പോയിട്ടുണ്ട്. ചർച്ച ഇനി മുന്നോട്ട് പോകില്ല എന്നുള്ള നിലക്ക് തന്നെയാണുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യുദ്ധം അനിവാര്യ ഘട്ടത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും പെടുന്നൊരു യുദ്ധത്തിന് ട്രംപ് തയ്യാറാകില്ല എന്നുള്ളതാണ്. കാരണം അതിന് പെൻറ്റഗൺ പറയുന്നൊരു വാക്കുണ്ട്. പെൻറ്റഗനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസുകളൊക്കെ തകർത്ത് കളയും. അതുമാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക അത് ഇവർക്ക് തന്നെയായിരിക്കും, അഥവാ അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കാണുന്നത്. അവർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്ക ഇപ്പോൾ ഒരു യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അസറ്റുകളും ആസ്തികളും അത് ഇറാൻ ഇല്ലായ്മ ചെയ്യുകയും അതോടൊപ്പം തന്നെ അമേരിക്ക കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി പെടുന്നതിനെ നേരിടേണ്ടി വരികയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തുള്ള ഈ ഒരു ലോക പോലീസ് എന്ന് പറയുന്ന ലോക സമാധാന ക്രമം നടപ്പിലാക്കുക എന്ന വലിയ ഒരു ദൗത്യത്തിൽ നിന്ന് അമേരിക്ക പിന്നാക്കം പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ചുരുക്കം മനസ്സിലാക്കാൻ പറ്റും പെൻറ്റഗൺ അടക്കം ഈ ക്രൈസിസിനെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ട്രംപ് എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് കാത്തിരിക്കാം. മറ്റുള്ള എല്ലാ വിശേഷവുമായി വീണ്ടും കാണുന്നവരെ നന്ദി. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.